എന്താ ചെയ്യുന്നേ? ഇത് എൻ്റെ സ്കൂളിലെ ഒരു ഇതാണ്, ഓട്ടോഗ്രാഫാണ്. സ്കൂളിലല്ല, കോളേജിലെ. ഏതാണ്ട് 98 സെൽഫി അല്ലല്ലോ അല്ല, ഇത് കാണാൻ പറ്റില്ലേ? ശിവയ്ക്ക് കാണിച്ചു തരാം. ബാ ഇതെന്താ പഴയ 98-ലാണ് പാസ് ഔട്ടായത്. അപ്പം അന്ന് എഴുതിയതാ. ഫസ്റ്റ് എൻ്റെ ഒരു ഫ്രണ്ട് അൽക്ക, പുള്ളിക്കാരി ഇതായിരുന്നു, നോർത്ത് ഇന്ത്യൻ ആയിരുന്നു, മലയാളി അല്ലായിരുന്നു. അപ്പോൾ ഹിന്ദിയും ഇംഗ്ലീഷേ സംസാരിക്കുകയുള്ളൂ, മലയാളം നമ്മൾ പറഞ്ഞാൽ മനസ്സിലാവുമായിരുന്നു. അപ്പം എന്നോട് ഭയങ്കര കൂട്ടായിരുന്നു. ഞാൻ മുറി ഇംഗ്ലീഷും ഹിന്ദിയും ഒക്കെ പറയുമായിരുന്നു. എന്താ ആരുടെയൊക്കെയാണ് എല്ലാവരും പേര് കാണിച്ചു കൊടുത്തേക്കാം. ജോർജ് കുര്യാക്കോസ് എന്നെ കാണിച്ചു. ജോർജ് കുര്യാക്കോസ് വായിക്കണ്ട, വായിച്ചാൽ ഇതിൻ്റെ അതുകൾ വന്ന് എന്നെ തെല്ലും വേണമെങ്കിൽ. ഇതാരാണ്? മഹേഷ് എസ്. മഹേഷ് ഭയങ്കര ഇംഗ്ലീഷിലൊക്കെ എഴുതിയേക്കണം. ഈ സൈഡില് വേറെ ഇത് തന്നെ സെയിം തന്നെ. മഹേഷ്. ഇത് സിനിമോള് ട്വിൻസാണ്. സിനിമോളും സിസിമോളും ഉണ്ട്, 2 പേര്. ഇത് ഷീജ. WC അയക്കാൻ മറക്കല്ലേ എന്ന് വെച്ചാല് വെഡിങ് കാർഡ് ഷോർട്ട് എന്നൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞ് എഴുതിയൊക്കെ വിടുമല്ലോ. സിജി TV, സിജിയൊക്കെ ആയിട്ട് ഇപ്പോഴും കോണ്ടാക്ട് ഉണ്ട്. അപ്പം ഞങ്ങളൊക്കെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, സോഷ്യോളജി ഗ്രൂപ്പ്, അതിലുണ്ട്. ഇത് ലീല, ഇതൊക്കെ വർക്കിംഗ് ആണ്. ലീല എന്താണ്, സെന്റ് തെരേസസിൽ ലെക്ചറാണ്, സെന്റ് തെരേസസ് കോളേജ്. സുധ എസ്, പുള്ളിക്കാരി ടീച്ചറാണ്, കളമക്കര ഭവൻസിൽ. രേഖ VR, എല്ലായ്പ്പോഴും ലീഡറുടെ പദവി ഡ്യൂട്ടിയും ഉണ്ടായിരിക്കുന്നത്. ക്ലാസ് ലീഡറായിരുന്നു. അതാ ഇത് അഡ്രസ്സ്. സംഗീതമൊക്കെ ഇപ്പൊ ഗ്രൂപ്പിലുണ്ട്, കോണ്ടാക്റ്റ് ഉണ്ട്. രാജി മേനോൻ, ഇത് കോണ്ടാക്റ്റ് ഒന്നുമില്ല, അന്നും ഉണ്ടായില്ല, വലിയ കോണ്ടാക്റ്റ് ഒന്നുമില്ല. പക്ഷെ ഓട്ടോഗ്രാഫ് ലാസ്റ്റ് എഴുതി തന്നായിരുന്നു. അൽഫോൻസ. ജിതേഷ് ഞങ്ങളുടെ ക്ലാസ്സിലെ ഒരു പഠിപ്പിച്ചിട്ടായിരുന്നു. ഗ്ലോറിയ. ബിവെയർ ഓഫ് തോണ്ടൽന്ന്, അതായത് എന്താന്നാ, ഞങ്ങൾക്ക് ഇതുണ്ടായിരുന്നു, കോൺഫറൻസ് ഉണ്ടായിരുന്നു ലാസ്റ്റ് ടൈമിൽ. ഇവിടെ തിരുവനന്തപുരത്തായിരുന്നു, ലോയോള കോളേജിൽ. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങളെ ഔട്ടിങ്ങിനും ഉണ്ടായപ്പോഴത്തേക്കും ബീച്ചിൽ, ശംഖുമുഖം ബീച്ചിൽ വെച്ചായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് ഒരാൾ എന്നെ തോണ്ടി. അതുകൊണ്ട് അതാണ് ബിവെയർ ഓഫ് തോണ്ടൽ. ജിതേഷ് ഇപ്പോൾ ഗ്ലോറിയ ദുബായിലാണ്. ഫേസ്ബുക്കിലൊക്കെ ഉണ്ട്, അങ്ങനെ കോണ്ടാക്റ്റ് ഒന്നുമില്ല. ജിതേഷ് അഡ്വക്കേറ്റാണ് ഇപ്പം. ഇതെൻ്റെ ഡിയറസ്റ്റ് ഫ്രണ്ട് സഞ്ജു ബേബി. ഇപ്പോഴും കോണ്ടാക്റ്റ് ഉണ്ട്, ഞങ്ങൾ വിളിക്കാറും പറയാറുണ്ട്. വെഡിങ് കാർഡ് അയക്കാൻ വീട്ടിൽ വന്ന് വിളിച്ചാൽ മതി. ലിജി KV. ട്രീസ വിളങ്ങാട്. സിന്ധു KP. ഇത് എൻ്റെ ഫ്രണ്ട് ഷരോണ്. സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ ഉണ്ട് ഒത്തിരി പേരുടെ ഉണ്ടായാലും മിക്കവരും ഓൾമോസ്റ്റ് എല്ലാവരുടെയും ഉണ്ട് ക്ലാസ്സിൽ. ഷൈമോള്, ഇവരൊക്കെ ആയിട്ട് ഇപ്പോഴും കോണ്ടാക്റ്റ് ഉണ്ട്. എത്ര 27-28 വർഷമൊക്കെ ആയി എന്ന് എനിക്ക് തോന്നുന്നു. 98 അല്ലേ? അഴുക്കായി തുടങ്ങി പേജൊക്കെ. സുനിതാകുമാരി,
ശ്രീജ, സജീവൊക്കെ നമ്മുടെ ഗ്രൂപ്പിൽ. പിന്നെ കുറേ ബോയ്സൊക്കെ അഡ്രസ്സ് മാത്രമൊക്കെ തന്നിട്ടുണ്ട്, ഒന്നും എഴുതിയിട്ടില്ല ഡീറ്റെയിൽ. അങ്ങനെ കുറേ പേരുണ്ട്. ശാലിനി വേറെ ക്ലാസ്സിലേക്കാണ്. വേറെ ക്ലാസ് എന്ന് വെച്ചാൽ എക്കണോമിക്സും സോഷ്യോളജിയാണ് BA. അപ്പോൾ ഞങ്ങൾ ഇൻ്റർവെല്ലിന് ബ്രേക്കിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകും. ആ ക്ലാസ്സിൽ പോയിരിക്കും, ചിലപ്പോൾ ആ ക്ലാസ്സിൽ ഇങ്ങോട്ട് വരും. ആൺപിള്ളേരൊക്കെ നോക്കാനായിട്ട് നമ്മൾ അങ്ങോട്ട് പോകും, എക്കണോമിക്സ് ക്ലാസ്സിലോട്ട്. അപ്പോൾ എക്കണോമിക്സ് ക്ലാസ്സിലെ കുട്ടികളൊക്കെ എന്താണ് അടുത്ത ക്ലാസ്സിലേക്ക് പോകും. ബികോംകാരൊക്കെ ഭയങ്കര സ്റ്റൈല് കുട്ടികളാണെന്ന് പറഞ്ഞ എല്ലാ ആൺപിള്ളേരും പോയിട്ട് അവിടെ വായതോട്ട്. അയ്യോ, എൻ്റെ ഗ്രൂപ്പിലെ ആൾക്കാർ ഇത് കാണുമ്പോൾ എന്നെ ഓടിച്ചിടുമോയെന്ന് അറിയില്ല എല്ലാവരും. പക്ഷെ എല്ലാവരും നല്ല വെൽ സെറ്റിൽഡ് ആണ് ഇപ്പം. അപ്പോൾ ആരുടെങ്കിലും കയ്യിൽ ഉണ്ടോയെന്ന് അറിയില്ല ഈ ഓട്ടോഗ്രാഫ് 98-ലെ. അപ്പൊ എൻ്റെ ഒരു സന്തോഷം ഇപ്പൊ വായിക്കാൻ നല്ല ഒരു മെമ്മറി അല്ലേ പഴയ. നോക്കിയപ്പോഴാണ് ഇത് കണ്ടത്. അപ്പൊ തുടങ്ങി ഇങ്ങനെ എടുത്തു വെച്ചു. ഞാൻ എൻ്റെ പിള്ളേരെയൊക്കെ കാഴ്ച കൊടുക്കുകയായിരുന്നു. പക്ഷെ അവർക്കൊന്നും മനസ്സിലാവില്ല ഓട്ടോഗ്രാഫ് എന്താന്നാണ് മോൻ ചോദിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ളതൊന്നും ഇപ്പൊന്നും ഇല്ലല്ലോ ശരിക്കും പറഞ്ഞാൽ. ഇപ്പൊ എന്താ മൊബൈലില് പിന്നെ ആളൊക്കെ ഷർട്ടില് എല്ലാരും സൈൻ ചെയ്ത് കൊടുക്കുക, ഡ്രസ് യൂണിഫോം അത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് അങ്ങനെയൊന്നും ഇല്ലല്ലോ, യൂണിഫോം ഇല്ല. സ്കൂളിലാണെങ്കിലും ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. സ്കൂളിലും എനിക്ക് തോന്നുന്നു 10ലും ചെറിയ ഓട്ടോഗ്രാഫായിരുന്നു, നല്ല കളർഫുൾ ആയിരുന്നു. അത് പക്ഷെ മിസ്സായി. എടപ്പള്ളി വീട്ടിൽ കാണുമായിരിക്കും.